റിവാലുവേഷൻ റിസൾട്ട് നിങ്ങൾ കണ്ടോ? എങ്കിൽ ഇതാ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പലരും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടൊക്കെയാണ്. ചില ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്, ചില ആൾക്കാർക്ക് കിട്ടുന്നില്ല. നിങ്ങളിങ്ങനെ റീഫ്രഷ് ചെയ്ത് കുത്തിയിരുന്ന് കഴിഞ്ഞാൽ സാധനം എടുക്കുക എപ്പോഴെങ്കിലും ഒന്ന് കിട്ടും. അങ്ങനെ എൻ്റെ ട്യൂഷനിലുള്ള ഒരു കുട്ടിക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. അവൾക്ക് 8A+ ആയിരുന്നു. 8A+ഉം 2 A ഗ്രേഡ് ഉണ്ടായിരുന്നു. ആ 2 A ഗ്രേഡ് നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. 2 A ഗ്രേഡ് എന്തായിട്ടുണ്ട്? ഒരു ഇംഗ്ലീഷിലുള്ള A ഗ്രേഡ് റിവാലുവേഷൻ ഗ്രേഡ് A തന്നെയാണ്. നോ ഗ്രേഡ് ചേഞ്ച് എന്ന് റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ സയൻസ് A ഗ്രേഡ് ആയിരുന്നു, അത് A+ ആയിട്ടുണ്ട്, ഗ്രേഡ് ചേഞ്ച്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, അതായത് 8A+ ഉള്ള കുട്ടി 9A+ലേക്ക് മാറിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ കുട്ടിക്ക് 400 രൂപ സ്കൂളിൽ നിന്ന് തിരിച്ചു കിട്ടും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഹയർ ഗ്രേഡ് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ദ റിസൾട്ട്. അതായത് എന്ത് ചേഞ്ച് ആണോ വന്നിരിക്കുന്നത്, അതായത് ഹയർ ഗ്രേഡ്, അതായത് ഗ്രേഡ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് റിസൾട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഗ്രേഡ് താന്നിട്ടുണ്ടെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യില്ല. ഒരേതാണെങ്കിലും റിഫ്ലക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇനി ഈ കുട്ടി ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യൊന്നും വേണ്ട. ഓട്ടോമാറ്റിക്കലി ഈ കുട്ടിയുടെ രജിസ്റ്റർ നമ്പറിൽ എന്ത് ആഡ് ചെയ്തിട്ടുണ്ടാകും? സോഷ്യൽ സയൻസിന്റെ ഗ്രേഡ് A+ലേക്ക് മാറിയിട്ടുണ്ടാകും. ഇപ്പോൾ നിലവിൽ ആ കുട്ടിയുടെ റിസൾട്ട് എന്തിലേക്ക് മാറിയിട്ടുണ്ട്? 9A+ഉം 1 A ഗ്രേഡും. A ഗ്രേഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന വിഷയത്തിലായിരിക്കും. സോ ഇത് iExamന്റെ പോർട്ടലിലാണ് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഓപ്പൺ ആകും കേട്ടോ. നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് റിവാലുവേഷൻ്റെ റിസൾട്ട് വരിക. അല്ലാതെ നിങ്ങളുടെ കംപ്ലീറ്റ് റിസൾട്ട് കാണിക്കില്ല. നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണോ റിവാലുവേഷൻ അല്ലെങ്കിൽ സ്ക്രൂട്ടിനി കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഗ്രേഡിൽ മാറ്റമുണ്ടെങ്കിൽ മാത്രമാണ് കാണിക്കുക. മറ്റു വിഷയങ്ങളൊന്നും തന്നെ അവിടെ കാണിക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ബ്രൗസറിൽ ഞാൻ കുറേ തവണ സെർച്ച് ചെയ്ത് നോക്കി. നിങ്ങളുടെ ബ്രൗസറിൽ എന്താ മന്നെ നിങ്ങൊന്നുമില്ലേ? യെസ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരാം, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങളുടെ ബ്രൗസറിൽ ചെന്നിട്ട്, നിങ്ങൾ ബ്രൗസറിലല്ല കേട്ടോ, അവിടെ നിങ്ങൾ അടിക്കേണ്ടത് iExam ആണ്. iExamന്റെ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഈ ഒരു വെബ്സൈറ്റ് വരും. ക്ലിക്ക് ചെയ്തൊരു കാര്യമില്ല, വരാൻ ചാൻസ് വളരെ കുറവാണ്. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇപ്പോഴും iExamൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ SSLC റിവാലുവേഷൻ റിസൾട്ട് വന്നിട്ടുണ്ടാകും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യാം. ഓക്കെ, ഇഷ്ടമുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ കളിച്ചോളാം കേട്ടോ. വന്നേ യെസ്, SSLC എക്സാമിനേഷൻ റിവാലുവേഷൻ റിസൾട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭാഗ്യം കേട്ടോ, നമ്മൾ ലൈവായിട്ട് വന്നോളൂ. ഇതുവരെ കിട്ടിയില്ല അല്ലേ? ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അത് ഓപ്പൺ ആകുന്നത്. ഇവിടെ രജിസ്റ്റർ നമ്പർ അടിക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുക. ഓക്കെ, വെറുതെ രജിസ്റ്റർ നമ്പർ അടിച്ചു നോക്കിയാലോ? എൻ്റെ 10ാം ക്ലാസ്സിൽ അടിച്ചു നോക്കിയാലോ? എന്താ പറയുന്നത്? ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ 20/9/04 ഇതായിരുന്നു എൻ്റെ 10ാം ക്ലാസ്സിൽ ഡേറ്റ് ഓഫ് ബർത്ത്. ഡേറ്റ് ഓഫ് ബർത്ത് 2024 മാറ്റണം. 2024 2028 ഞാൻ ജനിച്ചിട്ടും കൂടിയില്ല. അങ്ങോട്ട് പോട്ടെ 1999 ഓഗസ്റ്റ് 24 ജനിച്ച വർഷം കൊടുത്തിട്ടുണ്ട്. വ്യൂ റിസൾട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം. വ്യൂ റിസൾട്ട് ഇന്നല്ല എടാ, നിന്നെയൊന്നും വേണ്ടാന്ന്. വരൂ കുട്ടാ. ഇല്ല, വരുന്നില്ല. ഓക്കെ, ചെക്ക് അനദർ റിസൾട്ട്. ഓക്കെ, വെറുതെ എടാ എൻ്റെ ഇഷ്ടം പറയും. 44 61 97. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, വർഷം പറയും. 2007 ആണല്ലേ? ഇതിങ്ങോട്ട് പോവാം. 2007. ഓക്കെ മോനെ, 2007 ജൂലൈ 22. ഓക്കെ, കൊടുത്തിരിക്കുന്നു. നമുക്ക് എന്താ സമയം നോക്കാം. വ്യൂ റിസൾട്ട്. നീ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എറർ. നീ ജീവനോടെ ഇല്ലടാ. കാര്യം ഇത് എറർ വരാൻ കാരണം ഇവൻ റിവാലുവേഷൻ കൊടുത്തില്ല കേട്ടോ. നീ കൊടുത്തില്ലല്ലോ, റിവാലുവേഷൻ കൊടുത്തില്ല. കൊടുത്ത ആരെങ്കിലും നമ്പർ അറിയോ? വെറുതെ ഒന്ന് വാട്സപ്പ് എടുത്തോ കൂടെ, ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത്. 9A+. യെസ്. ഓരോരുത്തർ മെസ്സേജ് ചെയ്യുന്നുണ്ട് 9A+ ആയി എന്നൊക്കെ പറയുന്നുണ്ട്. ഫുൾ A+ ആയാലൊക്കെ പറയാം കേട്ടോ. റിവാലുവേഷൻ റിസൾട്ടിന് ശേഷം ഫുൾ A+ വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, യെസ്, ഞാൻ ഇവിടെ തന്നെ വെക്കട്ടെ. എനിക്ക് കുറച്ച് സെർച്ച് ചെയ്ത് നോക്കാണ്ട്, കുറേ ആൾക്കാർ റിസൾട്ട് നോക്കാണ്ട്. സോ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ iExamന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ റിവാലുവേഷൻ റിസൾട്ട് ചെക്ക് ചെയ്യുക. റിസൾട്ട് മാറി ഫുൾ A+ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്താ പറയുക, ആഹ്ലാദിക്കുക അല്ലേ?
MS സൊല്യൂഷൻസിൻ്റെ +1 എൻട്രൻസ് ക്ലാസ്സിലോ അല്ലെങ്കിൽ ബോർഡ് ഓൺലി ബാച്ചിലോ ന്യൂട്ടൺ ബാച്ചിലോ ബെൻടൺ ബാച്ചിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ MS കൂടെ +1 ഒരു വർഷം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് 70 12 67 00 55 എന്ന് പറയുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. 7012670055. ഓക്കെ അല്ലേ? അതിൽ വാട്സപ്പ് ചെയ്യണം. പുതിയ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. +1 അലോട്ട്മെന്റിന്റെ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ അതിൽ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.